യുദ്ധം ഏതാണ്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഒരു ഭാഗത്ത് ഈജിപ്റ്റ്, ഖത്തർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒരു പരിധിയിൽ എത്തി നിൽക്കുന്നു. അവസാനത്തെ ഹമാസ് നേതാവായ യഹിയ സിൻവാറിന്റെ തലയും എടുത്തിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോഴാണ് ഏതാണ്ട് യുദ്ധമൊക്കെ തീർന്നു, 1 വർഷത്തോളം ആയില്ലേ. ഈ ഒക്ടോബർ 7-ാം തീയതി ആകുമ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് വർഷം 1 ആയി. അപ്പൊ ഇനിയെങ്കിലും നമുക്ക് അല്പം വിശ്രമിക്കാം, സൈനികർക്കും വേണമല്ലോ വിശ്രമം. ശരി, അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു കാര്യവുമില്ലാതെ ഹിസ്ബുള്ള ഇസ്രായേലിനെ അങ്ങോട്ട് കയറിച്ചൊറിയുന്നത്. ഒരു കാര്യവുമില്ല, ഒരു കാര്യവുമില്ലാതെ. അപ്പൊ ഇന്ന് പിന്നെ ശരി, ഇവരുടെ കാര്യത്തിലും കൂടി ഒരു തീരുമാനമാക്കിയിട്ട് നമുക്ക് യുദ്ധം നിർത്താം, അതുവരെ പോട്ടെ, എത്ര മുന്നോട്ട് പോകാമോ അത്രത്തോളം പോയിക്കോട്ടെ. തന്നെയുമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ഒന്നിനും വേണ്ടിയല്ല, അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി. അവരും സ്വതന്ത്ര ജനാധിപത്യ രാജ്യമല്ലേ, അവർക്കും ഇവിടെ നിലനിൽക്കണമല്ലോ. ആ സമയത്താണ് ഒരുപാട് ഒത്തുതീർപ്പ് ചർച്ചകളായി ഇസ്രായേൽ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചു. അതായത് ഇനി വെടി നിർത്തണമെന്ന് പറഞ്ഞ് കരയാനും പറയാനും മനം തുറന്നിരക്കാനും ഇനി ആരും ഇങ്ങോട്ട് വരണ്ട, ഇനി ആരും ഞങ്ങളെ വിളിക്കണ്ട. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. നിലനിൽക്കണ്ടേ, ഇവിടെ ജീവിച്ചു പോകണ്ടേ, ജൂത മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ. ഇവിടെ ഇവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഭൂമി അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങൾ മാത്രമാണ് അർഹരെന്നൊക്കെ നിങ്ങൾ പരലോകത്ത് പോയി പറഞ്ഞാൽ മതി, അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയി പറഞ്ഞാൽ മതി. ഇതേ സ്വതന്ത്ര ജനാധിപത്യ ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിനോട് നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. തൽക്കാലം ഞങ്ങളുടെ ശത്രുവിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് ഞങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും തെറ്റിക്കരുത്. ഈ ബഷീറെ എന്തോ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കേ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സ്കൂളിൽ പഠിക്കാൻ വിട്ടപ്പോഴേ, ഞാനൊന്നും പറയണില്ല, നിങ്ങളൊന്ന് നോക്കിയേ. പോട്ടെ, ബഷീർ എന്ന് എഴുതിയേക്കുന്നതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കേ. അവരെ നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ വരികയാണ്, മതം പഠിപ്പിക്കാൻ വരികയാണ്. ആദ്യം അക്ഷര തെറ്റില്ലാതെ സ്വന്തം പേരെങ്കിലും എഴുതാൻ പഠിക്കണം. പടാ, വലിയ ആളെ എന്നെ അങ്ങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറി വരിക. ഇപ്പോൾ ലെബനനില് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. സർവവിധ സൈനിക സന്നാഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള അന്തിമ ശ്രമമാണ് അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലെബനനിൽ അധിനിവേശം നടത്തുന്നതിന് സജ്ജരാകാൻ ഇസ്രായേലിന്റെ സൈനിക മേധാവി സൈനികർക്ക് നിർദ്ദേശം നൽകിയതോടെ പശ്ചിമേഷ്യയിലെ സമാധാനം നഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ടും അശാന്തി വർദ്ധിക്കുമെന്ന് തന്നെയാണ് സൂചന. അമേരിക്കയുടെ നീക്കങ്ങളിൽ പോലും ഇത് വ്യക്തമായി കാണുന്നു. ഹിസ്ബുള്ളക്കെതിരായ വ്യോമാക്രമണം സമ്പൂർണമായ അധിനിവേശത്തിലെ പര്യവസാനിക്കൂ എന്ന കടുംപിടുത്തത്തിലാണ് ഇസ്രായേൽ. ലെബനൻ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് കരയുദ്ധത്തിലേക്കുള്ള ഇസ്രായേലിന്റെ നീക്കം ഒരു ഘോരമായ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതിനു വേണ്ടി ഡസൻ കണക്കിന് സൈനികരെയാണ് അമേരിക്ക സൈപ്രസിലേക്ക് വിന്യസിപ്പിച്ചിരിക്കുന്നത്. പ്രദേശത്തെ അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പല രഹസ്യമായ പദ്ധതികളും സൈപ്രസിലെ അമേരിക്കൻ സൈനികർ നടത്തി വരുന്നുണ്ട്. എന്നാൽ
ലോക രാജ്യങ്ങളുടെ മുന്നിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തും ഇസ്രയേലിന് സമ്പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തുമുള്ള അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം ഇനിയും ലോകരാജ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന് പറഞ്ഞു പലസ്തീനും ഇറാനും ഒക്കെ മുങ്ങിക്കാറുന്നുണ്ട്. 40,000 അമേരിക്കൻ സൈനികരെയാണ് നിലവിൽ പ്രദേശത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലേക്ക് എത്ര അമേരിക്കൻ സൈനികരെ ഇനിയും അയക്കുമെന്നതിനെ കുറിച്ചിട്ടുള്ള യാതൊരു വിവരവും ഇതുവരെ പെന്റഗൺ പ്രസ് സെക്രട്ടറിയായ മേജർ ജനറൽ പാട്രിക് റൈഡർ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, പരസ്യപ്പെടുത്തിയിട്ടില്ല. അമേരിക്കൻ സൈനികർക്ക് മിഡിൽ ഈസ്റ്റിൽ എന്ത് ഉത്തരവാദിത്വമാണ് നൽകുന്നതെന്നും അറിയില്ല. കാരണം ഇത് ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS ട്രൂമാൻ, 2 ഡിസ്ട്രോയറുകൾ, അതായത് യുദ്ധക്കപ്പൽ, ഒരു ക്രൂയിസർ, ഇത് വിർജീനിയയിലെ നോർഫോക്ക് നോവൽ ബേസിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടതായിട്ടാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. തന്നെയുമല്ല, അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ, അതും നിലവില് ഒമാൻ ഉൾക്കടലില് പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും അമേരിക്കയ്ക്ക് ഒരേ സമയം 2 വിമാനവാഹിനി കപ്പലുകൾ വിന്യസിപ്പിക്കാൻ സാധിക്കും. ഇത് ഇസ്രയേലിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്കയും കച്ചമുറുക്കി ഇറങ്ങി എന്ന് തന്നെ മനസ്സിലാക്കാം. അതേസമയം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് യമനും കൂടി രംഗത്ത് വന്നു. നേരത്തെ തന്നെ ഹൂതികളുണ്ട്. പക്ഷേ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ആക്രമണത്തെ പ്രതിരോധിച്ചതായിട്ടാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം കണക്കിലെടുത്ത് മേഖലയിൽ സൈനിക സേനയെ വർദ്ധിപ്പിക്കുകയാണ് എന്ന് മേജർ ജനറലായ പാട്രിക് റൈഡറുടെ പ്രസ്താവനയും ഏത് അടിയന്തര സാഹചര്യത്തിലും ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക സന്നദ്ധരാണ് എന്ന മുന്നറിയിപ്പും ഈ യുദ്ധസന്നാഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. എന്നിട്ടും യുദ്ധമില്ലാതിരിക്കുന്നതിനു വേണ്ടി തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യുമെന്നും അമേരിക്ക പറയുന്നുണ്ട്. സംഘർഷം പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ബെയ്റൂട്ടിലെ തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിടാനും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൽക്കാലികമായ വെടിനിർത്തലിന് അമേരിക്കയ്ക്ക് പുറമെ ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UK, ഖത്തർ, ഈ രാജ്യങ്ങളാണ് സംയുക്തമായ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷേ നയതന്ത്ര പരിഹാരം എന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിർദ്ദേശം തള്ളിയ ഇസ്രായേല് ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ ഉൾപ്പെടെ ആക്രമണം ഘടിപ്പിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഡ്രോൺ കമാൻഡറായ മുഹമ്മദ് ഹുസൈൻ സുറൂറിനെ വധിച്ചു. പക്ഷേ ഹിസ്ബുള്ള ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരുമിച്ച് കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ നയതന്ത്രത്തിലുമുള്ള അൽമനാർ എന്ന് പറയുന്ന TV സ്റ്റേഷന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത്തരം പോൾ സാമുവൽ പറയുന്നു, ആശയപരമായി എന്തെങ്കിലും വിഭിന്നമായിട്ടുള്ള അഭിപ്രായമുള്ള ആളുകൾ സഭ്യമായ ഭാഷയിൽ പ്രതികരിക്കാൻ ആരോടാ പറയുന്നത്? മദ്രസയിൽ പഠിച്ചു വന്ന ആളുകളോട്. ഇത് പടച്ചോൻ്റെ ലാംഗ്വേജ് അല്ലേ? ഖുർആനിൽ പടച്ചോൻ പറഞ്ഞ തെറികളുണ്ട്. ഞാനതൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യും. നബി തെറി വിളിച്ചിട്ടില്ലേ? മിണ്ടിയാളുടനെ നബി പറയുന്നത് ലാത്തയുടെ ഡാഷിക്കോ എന്നായിരുന്നു. അതൊക്കെ ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഉണ്ടെന്നേ, നമുക്കതൊക്കെ എടുക്കാം. അതല്ലേ ഞാൻ പറഞ്ഞത്, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല, ഇനി കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ ഇവർക്ക്. ഇവരുടെ ഇത്തരം കൾച്ചറൊക്കെ ലോക ജനങ്ങളൊന്ന് മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ വിമർശിക്കപ്പെടുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. മദ്രസകളിൽ നിന്നും ഇത്തരം മുത്തിൻ്റെ കുത്തുപുസ്തകങ്ങളിൽ നിന്നും
സംസ്കാരം ഉൾക്കൊണ്ട ആളുകൾ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? അവരങ്ങനെ തന്നെ ചെയ്തോട്ടെ, നിൽക്കട്ടെ. ഇപ്പോൾ വ്യോമാക്രമണം തുടരുന്നത് കൊണ്ട് ലെബനനിലേക്ക് പോകരുത് എന്ന് ചൈനയും ലെബനനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇറ്റലിയും ബെൽജിയവും UK-യും റഷ്യയും ഇന്ത്യ, ഓസ്ട്രേലിയ, മലേഷ്യ ഇവരൊക്കെ തങ്ങളുടെ പൗരന്മാർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. വെടിനിർത്തൽ വാർത്ത തെറ്റാണ് എന്ന് ഇസ്രായേൽ ആവർത്തിച്ചു. തങ്ങളുടെ സർവ്വസന്നാഹവും ഉപയോഗിച്ച് ഞങ്ങൾ പോരാടാനുള്ള നീക്കത്തിലാണ്. കരയുദ്ധത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഇസ്രായേൽ ആവർത്തിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തണമെന്ന് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടത്. കാരണം ഇസ്രായേൽ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് എന്ന് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ഒക്കെ മനസ്സിലായി. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ കടുംപിടുത്തത്തോടുകൂടി വെടിനിർത്തൽ പ്രതീക്ഷകളും മുഴുവനും അസ്തമിച്ചു. 10 പതിറ്റാണ്ടിലേറെയായി ഇസ്രായേലിലും ലെബനനും ആസ്ഥാനമായിട്ടുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റവും വലിയ സംഘർഷം ശമിപ്പിക്കാനുള്ള ശ്രമത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് അമേരിക്ക നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഈ സംഘർഷം കൊണ്ടുണ്ടായ നേട്ടങ്ങളുടെ കണക്ക് ഇനിയും കൂട്ടിയെടുത്തിട്ടില്ല. അമേരിക്കയുടെ ലക്ഷ്യവും പരോക്ഷമായി മാത്രം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ്. കാരണം ഒരു പൂർണ്ണ തോതിലേക്കുള്ള യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് അവസാനിക്കും. അതുകൊണ്ട് ലെബനനിലേക്കും പുറത്തേക്കുമുള്ള വ്യോമാക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും മേൽ ബൈഡൻ ഭരണകൂടം അടിയന്തിരമായി സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളുടെ പര്യവസാനം എന്തായിരിക്കുമെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിന്റെ രീതികളോട് അമേരിക്കയും ഫ്രാൻസുമൊക്കെ വല്ലാതെ ഭയക്കുന്നു. കാരണം എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഇസ്രായേല് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായിരിക്കുന്നു. ഇപ്പോൾ യമനിലെ ഹൂതികൾ ഇസ്രായേലിനെ ഹമാസിന് വേണ്ടിയാണ് ആക്രമിച്ചു തുടങ്ങിയത്. ഇപ്പോഴിതാ ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഹൂതി വിമതരും. യമനിൽ നിന്ന് ഹൂതികൾ തൊടുക്കുന്ന മിസൈൽ ഇസ്രായേൽ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുമ്പോൾ യമനിൽ നിന്ന് ഹൂതികളുടെ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടാകുന്നു. ഹൂതി വിമതർ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിന്റെ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയതായിട്ട് IDF അറിയിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ ടെല്ലവീവിന് നേർക്കായിരുന്നു ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം തുടരാൻ പ്രതിരോധ സേനയായ IDF-ന് ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. US-ഉം ഫ്രാൻസും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ഇതുവരെയുള്ള എഫേർട്ടിന് പോലും റിസൾട്ട് ഇല്ലാത്ത രൂപത്തിൽ അമേരിക്കയടക്കം വെടിനിർത്തൽ ചർച്ചയിൽ നിരാശരായി മടങ്ങേണ്ടി വന്നു. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന് UN-ൽ ഇസ്രായേൽ പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഏത് നിമിഷവും ലെബനനിലേക്ക് കരയുദ്ധം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റ് മേധാവി മുഹമ്മദ് ഹുസൈൻ സ്രൂർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി ഹിസ്ബുള്ളയുടെ അടിവേരിളകി. ഹിസ്ബുള്ളയെയും ഹമാസിനെയും വേരോടെ പിഴുതെറിയാതെ സമാധാനം അസാധ്യമാണ് എന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനിയായ, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ മുഖ്യനായ ഒരു നേതാവിനെയാണ് ഇപ്പോൾ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഹിസ്ബുള്ള ഒരിക്കലും ക്ഷമിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയും ഇറാനും തങ്ങളോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് ഓടിയെടുക്കുമ്പോൾ ഇസ്രായേല് ചെയ്യരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുകയല്ല ചെയ്യുന്നത്. ശരി, ഞങ്ങൾ സജ്ജരാണ്, ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾക്ക് നിലനിൽക്കണമല്ലോ.
വെടിനിർത്തൽ സാധ്യമല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതോടെ ഏറ്റവും കൂടുതൽ അങ്കലാപ്പിലായത് അമേരിക്കയും ഇറാനുമാണ്. വെടിനിർത്തൽ കരാറ് മണിക്കൂറുകൾക്കുള്ളിൽ ഒപ്പിടുമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ തങ്ങളുടെ നിലപാടുമായി രംഗത്ത് വരുന്നത്. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് പിടിച്ചു നിന്നേ പറ്റൂ, ഞങ്ങൾക്ക് എതിരാളികളെ ഇല്ലാതാക്കിയേ പറ്റൂ, പ്രതിരോധിച്ചേ പറ്റൂ എന്ന് ഇസ്രായേൽ. എന്നാൽ ഇസ്രായേൽ ചുവപ്പു രേഖകൾ എല്ലാം കടന്നു എന്നും ഇനിയും ശിക്ഷയ്ക്ക് ഇളവില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. ഇറാൻ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നത് അവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് എന്ന് വിദേശകാര്യമന്ത്രി പറയുമ്പോൾ ആരാണ് ഹിസ്ബുള്ളയെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്? ഈ യുദ്ധം ഇത്രയും കൊടുമ്പിരി കൊള്ളുന്നതിൽ ആരാണ് കാരണക്കാർ? ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കും വരെ ഞങ്ങൾ പിന്മാറില്ല എന്ന് നെതന്യാഹുവിന് പറയേണ്ടി വന്നത് ഇതുപോലെയുള്ള വാർത്തകൾ നടക്കുന്നത് കൊണ്ടാണ്. കാരണം ഇവർക്ക് തോന്നുന്നത് പോലെ ഇവർ വാർത്തകൾ നിർമ്മിക്കുവാണ്. ഇസ്രായേല് എല്ലാത്തിനും തയ്യാറായിരിക്കുന്നു, ഇസ്രായേല് യുദ്ധം നിർത്താൻ തയ്യാറായിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ ഇസ്രായേൽ രംഗത്ത് വരും, ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ലെബനൻ എന്ന രാജ്യം 1970 വരെ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പാരീസ് അഥവാ പാരഡൈസ്, സ്വർഗം, ബാങ്കിങ് ക്യാപിറ്റൽ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നും അറിയപ്പെട്ടിരുന്നു. വളരെ സമാധാനത്തോടു കൂടി പോയിരുന്ന ഒരു രാജ്യം. സിറിയയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലെബനനിലായിരുന്നു അന്ന്. സ്ത്രീകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും പൗരാവകാശങ്ങളും ഉണ്ടായിരുന്ന രാജ്യം. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് 1960കളിൽ അറിയപ്പെട്ടിരുന്നത് തന്നെ എ സിറ്റി ഓഫ് ലിറ്റിൽ സീക്രട്സ്, ഫുൾ ഓഫ് സിനിമാസ്, ഫുൾ ഓഫ് തിയേറ്റേഴ്സ്. ഇതൊക്കെയായിരുന്നു കലയെയും കലാകാരന്മാരെയും ഏറ്റവും വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒരു നാട്. വലിയ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ലെബനൻ. 1970 വരെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലെബനൻ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഒക്കെയുള്ള ഒരു വൃത്തികെട്ട പൊതു സ്വഭാവമുണ്ടല്ലോ, അസഹിഷ്ണുത. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അസഹിഷ്ണുതയുള്ളവരാണോ? ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അസഹിഷ്ണുതയെ കുറിച്ചിട്ടാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അസഹിഷ്ണുത ആർക്കാണ്? അവരുടെ സഹിഷ്ണുതയാണ് ഇന്ന് ഇത്തരം രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി കുടിയേറിയ ആളുകൾ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും കയ്യും കെട്ടി മാറി നിന്ന് നോക്കി നിയമപാലകരോട് ഇവരെ നിയമപരമായി ശിക്ഷിക്കൂ എന്ന് പറയുന്നത് അവരുടെ വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും സഹിഷ്ണുതയും സഹജീവി സ്നേഹവുമാണ്. ഇതിനെ ഇറാനും തുർക്കിയും ഈജിപ്തും പലസ്തീനും സിറിയയും ഒക്കെ പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അസഹിഷ്ണുതയുള്ളവരാണ് എന്നാണ്. ഇന്ത്യ അടക്കം അവരുടെ ഏറ്റവും വലിയ ദുസ്വഭാവം സഹിഷ്ണുതയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനോഭാവം. അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്, അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ഒരു സമഭാവനയുണ്ടല്ലോ. ഇതാണ് ഇവരുടെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം. അതിനാണ് ഇവർക്ക് ഇപ്പോൾ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ലെബനനിലെ അന്നത്തെ പുരോഗമന ചിന്താഗതിയിലുള്ള ക്രിസ്ത്യാനികളുടെ രക്തത്തിലും അലിഞ്ഞു ചേർന്നിരുന്നു. വിദ്യാഭ്യാസത്തിനും ജോലിക്കും അഭയാർത്ഥികളായ ഒക്കെ ലെബനനിലെത്തിയ ആളുകൾക്ക് ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ പെറ്റുപെരുകി ഭൂരിപക്ഷമാകാനും അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ
അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞു. പിന്നീട് അവർ ആഭ്യന്തര കലാപം തുടങ്ങി. ഞങ്ങൾ മാത്രം മതി ഇവിടെ എന്ന് പറഞ്ഞിട്ട് കുറേ മനുഷ്യർ പലായനം ചെയ്തു. രക്ഷപ്പെടാൻ പറ്റാതിരുന്ന പാവ മനുഷ്യരെ ആ രാജ്യത്ത് വന്നു കയറിയ സമാധാന മതക്കാർ അവരുടെ മതനിയമപ്രകാരം പറഞ്ഞു വിട്ടു, ഇനി നിങ്ങൾ ഈ ഭൂമിയിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവൻ ഇവർ പറിച്ചെടുത്തു. ഇന്നിപ്പോ ലെബനന്റെ അവസ്ഥ കണ്ടോ? അവിടുത്തെ ജനതയുടെ ജീവിതം കണ്ടോ? എങ്ങനെ കഴിഞ്ഞ സമൂഹമാണ് അവര്. സഹിഷ്ണുതയും മാനവികതയും സ്നേഹവും സഹകരണവും ഒക്കെ തള്ളിക്കൊണ്ടിരുന്നപ്പോ മനസ്സിലായോ? ഒരു നല്ല സംസ്കാരമില്ലാതായി. ഇവരെ അറിയപ്പെട്ടിരുന്നത് തന്നെ ക്രെയ്ഡിൽ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നായിരുന്നു. സിറിയ എന്ന രാജ്യം അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാ. നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് ലെബനന്റെ ഹിസ്റ്ററിയും സിറിയയുടെ ഹിസ്റ്ററിയും ഒക്കെ. കോളേജില് നമസ്കരിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞ് നിർമ്മല കോളേജിൽ കണ്ടില്ലേ? എങ്ങാനും നിങ്ങൾ നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നീട് ആ സ്ഥാപനം വഖഫ് സ്വത്തായി മാറി. ഇത് ആസൂത്രിതമാണ്, സംഘടിതമാണ്. പിന്നിൽ നിന്ന് ട്യൂഷൻ കൊടുക്കാനും സ്വിച്ച് ഇടാനും ഇവിടെ ആളുകൾ റെഡിയാണ്. ഇത് തന്നെയാണ് കർണാടകയിലെ PU കോളേജിലും കണ്ടത്. നമ്മുടെ രാജ്യം തന്നെ നോക്ക്, ജനാധിപത്യ രാജ്യം. അതുക്ക് മേലെ ഒരു ശരീഅത്ത് നിയമം വന്നു, നമ്മൾ പോലും അറിയാതെ. വഖഫ്. ഇനി നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം. കാരണം എന്താണോ സംഭവിക്കരുത് എന്ന് വിചാരിച്ചത് അത് സംഭവിച്ചല്ലോ. സമാധാനമായില്ലേ? സിറിയയില് കോളേജിൽ നമസ്കാരം അനുവദിക്കാത്തതിന്റെ പേരില് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നിസ്കരിച്ചു എന്നാ പറഞ്ഞേ. ക്രിസ്ത്യാനികളായിരുന്നു സിറിയയിലും ലെബനനിലും. നിങ്ങൾക്ക് പള്ളി വേണോ? ഞങ്ങളുടെ വീടെടുത്തോ, പള്ളിയാക്കിക്കോ. നിങ്ങൾക്ക് ജോലി വേണോ? ശരി, നിങ്ങൾ ചെയ്തു, നിങ്ങൾ കച്ചവടം ചെയ്തോ, ഞങ്ങൾ വാങ്ങിച്ചോളാം സാധനങ്ങൾ. നിങ്ങൾക്ക് മതസ്ഥാപനങ്ങൾ വേണോ? അവിടെ ഒക്കെ എടുത്ത് നിങ്ങൾ മതസ്ഥാപനങ്ങളാക്കിക്കോ. പൗരത്വം വേണോ? എന്നാ പൗരത്വം എല്ലാം കൊടുത്തു. നിർമ്മല കോളേജിലെ കുട്ടികളെ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞൊരു ഭീഷണി കത്തയച്ചില്ലേ? കത്തെഴുതി കൊടുത്തില്ലേ പ്രിൻസിപ്പളിന്? ആ വൈദികനെ തടഞ്ഞു വെച്ച കുട്ടികൾ എന്താ പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ. അന്ന് മനസ്സിലായോ? സിറിയയ്ക്കും ലെബനനും സംഭവിച്ചത് ഇത് തന്നെയാണ്. ഇന്ത്യ വിദൂരമാണെന്ന് വിചാരിച്ചിരിക്കുക ആണോ? നല്ലവരായ മനുഷ്യരുടെ സഹിഷ്ണുതയും സ്നേഹവും സഹകരണവും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന അവരുടെ വിശാലമായ വീക്ഷണത്തെയും മനസാക്ഷിയെയും ഇവർ ചൂഷണം ചെയ്യുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കവചമാക്കുന്ന ഇവരെ തീവ്ര മതവിഭാഗക്കാരെന്ന് പറയരുത്. പണ്ട് മുതലേ ഇവരുടെ രീതി ഇതാ. യാസർ അറഫാത്ത് എന്താ ചെയ്തത്? ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സ്ത്രീവേഷം കെട്ടിയാണ് ജീവിച്ചത്. ഇപ്പോഴത്തെ ഹമാസ് നേതാക്കളും സ്ത്രീവേഷം കെട്ടിയിട്ടാണ് സ്ത്രീകളുടെ ഇടയിൽ കയറിക്കൂടിയിരിക്കുന്നത്, ഇസ്രായേലിനെ പേടിച്ചിട്ട്. ഇവര് യോദ്ധാക്കളാണെന്നാ പറയുക. യുദ്ധത്തിൽ മരിച്ചാലേ രക്തസാക്ഷിയാണെന്നാണ് ഇവർ പറയുക. ഇവർക്ക് ആ രക്തസാക്ഷിത്വം ഒന്നും വേണ്ടേ? ഇതിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെയാണ് ഈ യുദ്ധം ബാധിക്കുന്നത്. ഇത് ദുഃഖകരമാണ്. ലെബനൻ ജനത ഇങ്ങനെ നരകിക്കേണ്ടവരായിരുന്നില്ല. അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം നഷ്ടപ്പെടുമെന്ന് സിറിയയും ലെബനനും നമുക്ക് പഠിപ്പിച്ചു തന്നു. അവരുയർത്തിപ്പിടിച്ച പരിധി വിട്ട സഹിഷ്ണുതയും മാനവികതയും സഹജീവി സ്നേഹവും അവരെയും അവരുടെ തലമുറകളെയും ഈ രൂപത്തിലേക്ക് എത്തിച്ചു. ഇന്ന് യുദ്ധം വ്യാപിപ്പിക്കാൻ ഹിസ്ബുള്ള ഭീകരർ പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ ഇസ്രായേലിനെ എതിർക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും മുന്നോട്ട് വരില്ല. കാരണം എന്താ?
ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഹമാസിനെയും ഹിസ്ബുള്ളയെയും പോലെയുള്ള ഇസ്ലാമിക ഭീകരർക്ക് ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഒരു ശല്യമാണ്. അതുകൊണ്ട് അവരെ തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും സമാധാനമായിട്ട് ജീവിക്കാം. ഇസ്രായേലിനൊപ്പം നിന്ന് അവരെ തീർക്കാൻ ഇവർ മുൻകൈയെടുക്കുമോ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. കാരണം സൗദി അറേബ്യ അടക്കം ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പഴയ ലെബനൻ ഇനി ഉണ്ടാകില്ല. ഹിസ്ബുള്ള അവരുടെ ശല്യം വല്ലാതെ ഏറിയിട്ടുണ്ട്. ഇസ്രയേലിനും ലെബനൻ ജനതയ്ക്കും എതിരെ ഇനി ഹമാസ് ഒരു ചെറുവിരൽ അനക്കില്ല. ഹമാസിനെ തീർത്ത് യഥാർത്ഥ പലസ്തീൻ ജനതയെ രക്ഷിച്ചതുപോലെ ഹിസ്ബുള്ളയെ തീർത്ത് ലെബനനെയും ഇസ്രായേൽ രക്ഷിക്കും എന്നാണ് ഇന്ന് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിങ് ക്യാപിറ്റൽ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നും അറിയപ്പെട്ടിരുന്നു ഈ രാജ്യം. പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലെബനനിൽ. ആലോചിച്ച് നോക്കേ, എല്ലാ രൂപത്തിലും സ്ത്രീകൾ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു രാജ്യം. എന്താണ് ഈ രാജ്യത്തിന് സംഭവിച്ചത്? ജനങ്ങൾക്ക് ഇന്ന് മനുഷ്യന് വേണ്ടത് സമാധാനമാണ്. മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് തന്നെ. ഇവിടെ ആരാണ് ഇവരുടെ സമാധാനം തകർക്കുന്നത്? അവർ തന്നെയാണ്. ഇത് മതം സമാധാനമാണെന്ന് അവർ പറയുന്നു. ആർക്കാ സമാധാനം നൽകുന്നത്? ഇപ്പോൾ 5 വർഷത്തിനകം 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്നാണ് പൊതുവെ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമായ രൂപത്തിൽ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാറ്റോ സഖ്യം. ഏഷ്യയിലും യൂറോപ്പിലും ഇപ്പോൾ യുദ്ധമുഖങ്ങളുണ്ട്. ഉക്രൈൻ റഷ്യ അനന്തമായി നീണ്ടുപോകുന്ന യുദ്ധം. ഇതോടൊപ്പമാണ് പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കി ഇസ്രായേൽ ലെബനനിലേക്കും ഒരുങ്ങുന്നത് യുദ്ധത്തിന്. ഈ യുദ്ധങ്ങൾക്ക് പുറമെ വിശാലമായ പ്ലാനോടെ ചൈനയും കൂടി രംഗത്തിറങ്ങിയാൽ 3-ാം ലോക മഹായുദ്ധം വന്നു. 3-ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ വൻതോതിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഒക്കെയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലേക്ക് നാറ്റോ സഖ്യം പോലും കടക്കും. നാറ്റോയുടെ ലോജിസ്റ്റിക്സ് കമാൻഡിൻ്റെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ അലക്സാണ്ടർ സോൾഫ്രാങ്ക് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ട്വീറ്റ് ചെയ്യുന്നത്. യുദ്ധമുന്നണിയിൽ നിന്ന് പരിക്കേറ്റവരെ ചികിത്സയ്ക്കായിട്ട് എങ്ങനെ മാറ്റണമെന്ന് സംബന്ധിച്ച പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത്. നേരത്തെ തന്നെ നാറ്റോ സഖ്യം ഇറാഖിലും അഫ്ഗാനിലും എല്ലാം ഇടപെട്ടതുപോലെ ആയിരിക്കില്ല ഇനി 3-ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ സംഭവിക്കുക എന്ന് സോൾഫ്രാങ്ക് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ റഷ്യ നാറ്റോയെ തകർക്കാൻ ഇറങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല. ഇത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. റഷ്യയുടെ അതിശക്തമായ വ്യോമസേനയും അവരുടെ കൈവശമുള്ള മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും വൻ ശേഖരമെല്ലാം വൻതോതിൽ ആൾനഷ്ടമുണ്ടാക്കുമെന്ന് മാത്രമല്ല പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്ന് നാറ്റോ തലവൻ ചൂണ്ടിക്കാണിച്ച് ആകുലപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ പിന്നെ ചെയ്യാൻ കഴിയുന്നത് ട്രെയിനുകളിൽ ആശുപത്രി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നത് മാത്രമാണ്. പക്ഷേ അതീവ ഗുരുതരമായി പരിക്കേറ്റവരുടെ കാര്യം ഇത്തരം ഒരു സന്ദർഭത്തിൽ ഏറെ ബുദ്ധിമുട്ടാകാനാണ് സാധ്യത. 2009 നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ട ഒരു രാജ്യത്തെ റഷ്യ ആക്രമിക്കുമെന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇത് ബന്ധമേറെ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ റഷ്യയുമായിട്ടൊരു കരയുദ്ധത്തിനുള്ള സാധ്യതകൾ സോൾഫ്രാങ്ക് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നാറ്റോ സഖ്യം മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അടിയന്തിരമായ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ യമനിലെ ഹൂതി വിമതർക്ക് ആയുധങ്ങൾ നൽകാൻ റഷ്യ തീരുമാനിച്ചു. ഇറാൻ ഇടനിലക്കാരായിട്ടാണ് ഹൂതികൾക്ക് കപ്പലുവേധ മിസൈലുകൾ നൽകാൻ തീരുമാനിച്ചത്. ഇക്കാര്യം ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ചെങ്കടലിൽ ഹൂതികൾ എന്താ ചെയ്യുന്നത്? ചരക്ക് കപ്പലുകൾക്ക് നേരെ അഴിഞ്ഞാടുവാണ്. ഈ ആക്രമണങ്ങൾക്ക് ശക്തി പകരുന്നതല്ലേ റഷ്യയുടെ ഈ നീക്കം?
ഗാസയിലെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നത്. ഏതായാലും റഷ്യ ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ ഏറ്റുമുട്ടലും എല്ലാം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ ആയിരിക്കും വഴിവെക്കുക എന്ന് തന്നെയാണ് നേറ്റോ സഖ്യകക്ഷികൾ വിശ്വസിക്കുന്നത്. ഈ വർഷം 2 തവണ ഹൂതികളും റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി. മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ച. 300 കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഹൂതികൾക്ക് കൈമാറാൻ ആലോചന നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ചർച്ച തുടരുമെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേലിന്റെ ലെബനൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയുധ ഇടപാടിന് കൂടുതൽ പ്രാധാന്യമേറുന്നു. റഷ്യ ഹൂതികൾക്ക് യാക്കോൺ മിസൈലുകൾ നൽകിയാൽ അത് മേഖലയിലെ സുരക്ഷയെ കൂടുതൽ ബാധിക്കും. അന്താരാഷ്ട്ര ബാലിസ്റ്റിക് മിസൈൽ വിദഗ്ധനായ ഫാബിയൻ ഹിൻസ് ഈ ഒരു അപകടത്തെ കുറിച്ചിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഹൂതി ഭീഷണിയിൽ കഴിഞ്ഞ നവംബർ മാസം മുതൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം സ്തംഭിപ്പിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ശതകോടികളുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചെങ്കടൽ പാത ഒഴിവാക്കി എത്രയോ ദൂരം ചുറ്റിത്തിരിഞ്ഞാണ് ഇപ്പോൾ കപ്പലുകൾ ഇസ്രായേലിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ ഉപരോധം മറ്റ് സമുദ്ര പാതകളിലേക്കും വ്യാപിപ്പിച്ചു ഹൂതികൾ. ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനെതിരെയും ഹൂതികൾ ഭീഷണി മുഴക്കി. അദാനി അംബാനി കമ്പനികളെ ഉൾപ്പെടെ ഇത് വലിയ രൂപത്തിൽ ബാധിച്ചു. ഈ മാസം ആദ്യത്തിലും മധ്യ ഇസ്രായേൽ ലക്ഷ്യമിട്ടും ഹൂതി മിസൈൽ ആക്രമണം നടത്തി. ലൂദിലെ ബെൻ ഗുരിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മിസൈൽ പതിച്ചത്. ഹൈപ്പർസോണിക് മിസൈലുകളാണിതെന്ന് ഹൂതികൾ പറയുന്നു. അതിർത്തി കടന്നുള്ള ഹൂതി ആക്രമണവും നടക്കുന്നുണ്ട്. അതും ഇസ്രായേലിലേക്ക് തന്നെയാണ്. ചെങ്കടലിലെ ഹൂതി ഭീഷണിയെ ചെറുക്കാൻ യുഎസിന്റെ നേതൃത്വത്തിൽ 20 രാഷ്ട്രങ്ങൾ ചേർന്ന് നാവിക സഖ്യം രൂപീകരിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. ഇനിയും ഒരു മൂന്നാം ലോക മഹായുദ്ധം ആസന്നമായിരിക്കുന്നു എന്ന അഭ്യൂഹങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈന പസഫിക് സമുദ്രത്തിലേക്ക് അണ്വായുധ മിസൈൽ പ്രയോഗിച്ചു എന്ന വാർത്ത ലോകം ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്നു. ഭൂഖണ്ഡാന്തര മിസൈലുകളാണ് ചൈന ഉപയോഗിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 10 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ചൈന ഇത്തരം ഒരു മിസൈൽ പരീക്ഷണം നടത്തുന്നത്. ഇങ്ങനെ വരുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ചെയ്ത ഈ നടപടിയിൽ മേഖലയിലെ പല രാജ്യങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാൻ സർക്കാരാണ് ആദ്യം ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചത്. അതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പുകളും ഇല്ലാതെ ചൈന മിസൈൽ പരീക്ഷണം നടത്തിയെന്ന് ജപ്പാന്റെ ഔദ്യോഗിക വക്താവ് കുറ്റപ്പെടുത്തി. ന്യൂസിലാൻഡും ചൈനയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ചൈന അടുത്ത നാളുകളിൽ അവരുടെ ആയുധ നിർമ്മാണത്തിന് വേഗത കൂട്ടിയതായും ആണവായുധങ്ങൾ വ്യാപകമായി നിർമ്മിക്കുന്നതായും അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ചൈനയുടെ കൈവശം കഴിഞ്ഞ വർഷം മാത്രം മെയ് മാസത്തിൽ 500ഓളം അണുവായുധങ്ങൾ ഉണ്ടെന്നും 2030ഓടെ ഇതിന്റെ എണ്ണം 1000 ആകുമെന്നുമാണ് അറിയിപ്പുകൾ. ചൈന ഭരിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പീപ്പിൾസ് ലിബറേഷൻസ് ആർമി പ്രവർത്തിക്കുന്നത്. ചൈനയുടെ ബഹിരാകാശ പദ്ധതികളുടെ ചുമതലയും ഇവർക്കാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നവംബറിലാണ് ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ ചർച്ച നടത്തിയത്. ഇങ്ങനെ വരുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ഭയപ്പാടിലാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ശേഷിക്കുന്ന മനുഷ്യരുടെ മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതത്തിന് അനിവാര്യമാണ്. പക്ഷേ ഇസ്രായേലിനെ എല്ലാവരും ചേർന്ന് ആക്രമിക്കുമ്പോൾ ഇസ്രായേലിനെ പ്രതിരോധിച്ചേ മതിയാകും. ആ പ്രതിരോധം തീർക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അത് താങ്ങാനാകാതെയാണ് ഇവരെല്ലാവരും കൂടി വീണ്ടും ആക്രമിച്ചു തുടങ്ങുന്നത്. നന്ദി. അല്ലാഹ് സ്ത്രീ ഡോട്ടേഴ്സ് ലാത്ത ഉസ്സ മനാത്ത് ഉണ്ടല്ലോ. ടോക്യോ ഷോട്ട് ദൈവം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇതൊക്കെ പടച്ചവൻ അറിയാതെയാണോ സംഭവിക്കുന്നത്? എല്ലാം പടച്ചവൻ ഇതൊക്കെ ആസ്വദിക്കുക. തമാശ. ശ്രീലാൽ ശരിയ നിയമം നടപ്പിലാക്കുന്ന ഒരു രാജ്യത്താണ് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ടീച്ചർ, അനങ്ങാൻ പറ്റുമോ? ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്താ? പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താ? ശരീരത്തെ നിയമമല്ലേ? അത് തന്നെ.
ഓ മുഹമ്മദ് അസ്ലം വലവീശൽ തുടങ്ങി. ആർക്കെതിരെയാടാ? എന്നെ കിട്ടാനാ? ശരി, നടക്കട്ടെ. നമുക്കിനി വീണ്ടും കാണാം. നന്ദി. അപ്പോൾ 11 മണിക്ക് ഇസ്ലാം സമാധാനമാണ് ആർക്ക് നമ്മളൊരു ഡിബേറ്റ് വെച്ചിട്ടുണ്ട്. മറ്റുന്ന ആളുകളൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. താങ്ക് യു പൃഥ്വിരാജ്. പട്ടാളം രാജ്യത്തിന് ചെയ്യുന്ന സേവനത്തിന് തുല്യമാണ് അത്ര ഞാൻ ചെയ്യുന്ന സേവനം. വളരെ സന്തോഷം. അയ്യോ, ശ്രീജിത്ത് ആദ്യമായിട്ടാ ലൈവിൽ വരുന്നത്. സ്വാഗതം. ഷാൾ ഇടാൻ തുടങ്ങി. എന്താ ഫൗസിയ, ഞാൻ ഷാൾ ഇട്ടാല് നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? അപ്പുവേട്ടൻ വരും, വന്നുകൊണ്ടിരിക്കുമല്ലേ. ഇഷ്ടംപോലെ ആളുകൾ വരും. തലയ്ക്ക് വെളിവുള്ളവർക്കൊന്നും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അവർ വരും, ധൈര്യമായിട്ട് ഇതൊക്കെ തുറന്ന് പറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കേൾക്കാം. നന്ദി.